ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിലത്തേക്ക് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഫ്രഷ് ആയിട്ട് കിട്ടിയ മീനാണ്. ഈ മീൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാവേ. അപ്പോൾ ഇത് കുറച്ച് ഇത് കരിമീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് വറുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇലയിൽ പൊള്ളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്പെഷ്യലായിട്ട് ഇലയിൽ പൊള്ളിക്കുന്നതായി കാണുന്നത്. പിന്നെ ഇത് 3 ചെറിയ സിലോപ്പിയാണ്. ഒത്തിരി അങ്ങനെ വലുതല്ലാത്തത് കൊണ്ട്, പിന്നെ എനിക്കിങ്ങനെ ഒത്തിരി ഉണ്ടാക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാനിതങ്ങ് വറുക്കാമെന്ന് കരുതി. പിന്നെ അമ്മ ഇതെല്ലാം ഒരുമിച്ച് വാങ്ങി പിന്നെ ഇത് നമ്മുടെ വരാലാണ്. അപ്പോൾ അമ്മ തന്നെ അത് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കറി ഉണ്ടാക്കിയോളൂ. ഇതിപ്പോൾ അമ്മ കറി ഉണ്ടാക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എൻ്റെ നമ്മുടെ ഇല പൊള്ളിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല പൊള്ളിക്കാനുള്ള ഏകദേശം സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മ അപ്പോഴത്തേക്കും അമ്മയുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അമ്മയുടെ കറി അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഞാൻ അച്ചായിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അച്ചയോട് തന്നെ ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം കാണുമ്പോഴും എനിക്ക് കൊതി വരുമെന്ന്. എന്ത് പറയുക, ഭയങ്കര മീൻ കൊതിച്ചാണ് ഞാൻ. അപ്പോൾ ഈ മീൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് പാടത്ത് ഫുൾ പാടമാണല്ലോ. അപ്പോൾ പടിഞ്ഞാറ് ചാലിൽ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ പോകും. അപ്പോൾ ഞാൻ ആ ചേട്ടനെ വീഡിയോ എടുക്കാൻ വിട്ടും പോയി. അടുത്ത ദിവസം ആട്ടേട്ടാ പുള്ളി എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കൊക്കെ മീൻ കൊണ്ടുവരും. അങ്ങനെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ, നല്ല ജീവനുള്ള മീനില്ല, നല്ല പിടക്കുന്ന മീൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ മീൻ കിട്ടും. അത് ആ ടൈം തന്നെ അത് വെട്ടി തേച്ച് അമ്മച്ചിയെ വെട്ടിയൊക്കെ തന്നെ. അപ്പോൾ ആ ടൈം തന്നെ വെട്ടി കറി ഉണ്ടാക്കുന്നത് ഭയങ്കര രുചിയാണ്. അത് വറുക്കുന്നതാണെങ്കിൽ എന്താണല്ലോ. അപ്പോൾ എനിക്ക് കണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും എനിക്ക് വെള്ളച്ചോറാണ്, എനിക്ക് വെള്ളയാണ് ഇഷ്ടം. കണ്ണനും അച്ചായിക്കൊക്കെ ആ ഒരു കുത്തിയരിച്ചോറാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് കുറേ കറികളുണ്ട്. അപ്പോൾ എനിക്കെല്ലാം ഫ്രഷായിട്ട്, നിങ്ങൾക്കറിയാലോ എനിക്കെല്ലാം ഫ്രഷായിട്ട് കഴിക്കണം. അപ്പം എനിക്ക് മീൻ വറുത്തതുണ്ട്, ചിക്കൻ വറുത്ത ഉച്ചക്കത്തെ ആട്ടോ, അമ്മ വറുത്തത്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ മീൻ വറുത്തതും പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്, പിന്നെ ആ മീൻ കറിയല്ല, മീൻ പൊള്ളിച്ചത്. പിന്നെ ആയിരിക്കുന്നത് നമ്മുടെ ക്യാബേജല്ല, പാവയ്ക്ക തോരനായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പം അമ്മ കൊടുക്കുന്ന പാവയ്ക്ക തോരനാണ്. അങ്ങനെ എല്ലാം കൂടി നല്ല രുചിയുണ്ട്. ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് കൊതി വരിക ഗൈസ്, എന്ത് പറയാൻ. പിന്നെ ആ വാഴയില പൊള്ളിച്ചത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, അമേസിങ് ആയിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ അച്ചായനെ കൊണ്ട് ആദ്യമേ നമ്മൾ കഴിപ്പിച്ച് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ. അപ്പോൾ പുള്ളി അവസാനം നല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഇതിലിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ഈ വാഴയില പൊള്ളിക്കുന്നതിന് അങ്ങനെ ഇതുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മണം വരും. എൻ്റെ സാറേ, പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ മീനിനേക്കാളും ടേസ്റ്റ് ആ അരപ്പിനാണ്. അപ്പോൾ അച്ചായിക്ക് ഞാൻ ആദ്യമായിട്ടത് ഉണ്ടാക്കി കൊടുക്കുന്നത്. മിക്കപ്പോഴും കണ്ണൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അറ്റ് എ ടൈം ഒരെണ്ണേ ചെയ്യുള്ളൂ. പുള്ളിക്ക് സന്തോഷമായിട്ടാണ്. പിന്നെ ഇത് 4 പേർക്കും കഴിക്കാൻ മാത്രം ഉണ്ടായി. നല്ല വലിയ കരിമീനായിരുന്നു. കരിമീനിൽ ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. പിന്നെ സിലോപ്പിയിലും ചെയ്യാം, സിലോപ്പിയിലും നല്ല രുചിയാണ്. എനിക്ക് സിലോപ്പിയാണ് കുറച്ചും കൂടി ഇഷ്ടം. കരിമീൻ ഇഷ്ടമില്ലെന്നല്ല, കരിമീനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ അടിപൊളിയാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചെല്ലാവരും.